നന്ദൻ ഇവിടെ എത്തിയോ? ഞാൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാ. കോച്ച് പൊസിഷൻ 7. വേണ്ട, ഞാൻ എൻട്രൻസിലോട്ട് വരാം. നിങ്ങൾ പിന്നെയും പാർക്കിംഗ് ഫീ കൂട്ടിയോ? ഇതെന്താണോ ഇത്? പുതിയ റൂളാണ് സാർ. നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു വകുപ്പിലും പെടാത്ത ഇങ്ങനെ കുറെ റൂൾസ് ഉണ്ടാക്കുമ്പോഴാണ് ഞങ്ങൾ വക്കീലന്മാർക്ക് പണി ഉണ്ടാവുന്നത്. നിന്റെ മുതലാളി ഞാൻ കാണട്ടെ. ശരി സാർ. നീ എന്ത് പണിയെ കാണിച്ചാനു? വൈകിട്ട് ഞാൻ വന്ന് നിന്നെ വീട്ടിൽ നിന്ന് പിക്കാന്ന് പറഞ്ഞിരുന്നല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് പോരുമ്പോ എന്നോടൊന്ന് വിളിച്ച് പറയെങ്കിലും വേണ്ടേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതാ? അല്ലെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോ ആ ഫോൺ എടുക്കുന്ന സ്വഭാവം നന്ദനില്ലല്ലോ. പിന്നെ ട്രെയിൻ മിസ്സാവെന്ന് തോന്നിയപ്പോ ഞാനൊരു ഓട്ടോ എടുത്തിങ്ങ് പോന്നു. അതിന് നിന്റെ വണ്ടി വരാൻ ഇനിയും സമയമുണ്ടല്ലോ. വെറുതെ എന്നെ വീട് വരെ ഡ്രൈവ് ചെയ്യിപ്പിച്ചു. ഏത് കാര്യത്തിനും ആവശ്യമില്ലാത്ത നിന്റെ ഈ പരാക്രമമാണ് കുഴപ്പം. ഓ, ഞാൻ സഹിച്ചു. നന്ദനെ പോലെയുള്ള ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ഒന്നും എനിക്ക് പറ്റില്ല. അയ്യോ, ഞാൻ മറന്നു. എന്റെ ബാഗേജ് മുഴുവൻ പ്ലാറ്റ്ഫോമിൽ വെച്ചിരിക്കുക. വളരെ നല്ലത്. കൂടുതൽ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതാണ് കുഴപ്പം. വേഗം ചെല്ല്. പാവം കള്ളന്മാർക്ക് വന്ന ടെംപ്റ്റേഷൻ ഉണ്ടാക്കണ്ട. ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് വരാം. നിങ്ങൾ ഈ ഹർജി അയച്ചാൽ ഉടനെ ട്രെയിൻ യാത്രക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണോ വിചാരം? അങ്ങനെ ഒരു വിചാരമൊന്നും എനിക്കില്ല. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഏതെങ്കിലും ട്രെയിനിൽ സ്ലീപ്പർ കോച്ചിലെങ്കിലും വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് ഉണ്ടോ? പ്രോപ്പർ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടോ? ഇത്ര കാലമായിട്ടും സെൻട്രലൈസ്ഡ് റിസർവേഷൻ കേരളത്തിൽ എത്ര സ്റ്റേഷനിലുണ്ട്? ശരി. തൃപ്പൂണിത്തുറയിൽ സ്റ്റോപ്പുള്ള ചെന്നൈ മെയിലിന് ചാലക്കുടിയിലും ഇരിഞ്ഞാലക്കുടിയിലും സ്റ്റോപ്പില്ല. തോന്നിവാസമല്ലേ അത്? ഓ, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ എന്തൊക്കെയായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വിചാരിച്ചാൽ ഇതൊന്നും നേരെ അവൻ പോകുന്നില്ല. ഈ വിചാരമാണ് കുഴപ്പം. തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം കണ്ടിട്ട് അതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് ശരിയല്ല. ഇടപെടണം, ശക്തമായി ഇടപെടണം. അങ്ങനെയുള്ള ഇടപെടലിലൂടെ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. നല്ല ഇനിഷ്യേറ്റീവ്. എവിടെ ഒപ്പിടേണ്ടത്? ഇതാ ഇവിടെ. പേരെന്താ പറഞ്ഞേ? സത്യനാഥൻ. എന്റെ വണ്ടി അനൗൺസ് ചെയ്തു. ശരിയെന്നാ. സത്യേട്ടാ, ഇവിടെ ഇന്ന് ഉണ്ണീനെ ഇക്കരെ നോക്കണ്ട. സാമ്പത്തിക മാന്ദ്യം കാരണം ഉണ്ണിയുടെ ശമ്പളം കുറഞ്ഞതിന്റെ ദുഃഖം തീർക്കാൻ വേണ്ടി അവര് രണ്ടുപേരും ബാറില്ല. ഞാൻ വിളിച്ചിരുന്നവരെ. ഓ, അതിനാണല്ലേ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ജാഫർ അരമണിക്കൂർ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ കാണട്ടെ അവരെ. ആലപ്പി ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അങ്കമാലി കഴിഞ്ഞാലെങ്കിലും സീറ്റ് കിട്ടിയ ഭാഗ്യം. ആണോ? എങ്കിൽ താൻ അങ്കമാലി ചെന്നിട്ട് അവിടെ നിന്ന് കയറിയാൽ മതി. അയ്യോ, വണ്ടി വിടല്ലേ, രണ്ടാളുണ്ട്. വിടല്ലേ. ഈശ്വര, വേണ്ട, നിങ്ങളിനി ഐലൻഡിൽ വന്നാൽ മതി. ഞങ്ങൾ ഈ സർക്കസ് ഇന്നലെ തുടങ്ങിയതല്ലോ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല സത്യേട്ടാ. ഓടുന്ന ട്രെയിനിൽ ചാടി കയറിയാനുള്ള ശിക്ഷ എന്താണെന്നറിയോ? എന്തായാലും തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ലല്ലോ. വെറുതെ കിടന്ന് ബഹളം കൂട്ടിയിട്ട് ഇപ്പൊ സമാധാനമില്ലേ? ട്രെയിൻ 40 മിനിറ്റ് ലേറ്റാ. എന്റെ ഈശ്വര, വല്ല ബസ്സും പിടിച്ച് പോണ നന്ദൻ. ചിരിക്കണ്ട. കോട്ടയത്ത് എത്തിയില്ലെങ്കിലേ കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ. എന്റെ യൂണിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് സമയത്തിന് കോട്ടയത്തെത്താനാണ് വിധിയെങ്കിൽ എത്തിയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. വെറുതെ മനുഷ്യനെ കളിയാക്കില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാനു, നിന്നെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ 4 മണിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതാ ഞാൻ. അപ്പോഴാ ചാക്കോ മാപ്പിള കരഞ്ഞുകൊണ്ട് കയറി വന്നത്. അയാളുടെ കേസിലെ 4 പ്രധാന സാക്ഷികൾ കൂറുമാറിയെന്ന്. എന്നിട്ടെന്താ? ഇനിയൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിനെ സ്കോപ്പുള്ളൂ. ഞാൻ അയാളുടെ കൂടെ പോയി ആ ബിൽഡറോട് സംസാരിച്ചു. മോശമല്ലാത്ത ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ആ പാവത്തിന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ. ആ ബിൽഡറുടെ അടുത്തിരുന്ന് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നീ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ എങ്ങനെ ഫോൺ എടുക്കുക? എനിക്കറിയണ്ടേ നന്ദൻ. സോറി. മോള് ജോലിയൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് വാ. പിന്നെ നീ ആ കോട്ടയത്ത് വിളിച്ച അവിടുത്തെ സിറ്റുവേഷൻ എന്താ നോക്കി? ഓ, ഞാനാ കാര്യം മറന്നു. എത്ര മണി വരെ സമയമുണ്ടെന്ന് നോക്കിയാ? ട്രെയിൻ ഇനി ലേറ്റ് ആയാ ഞാൻ വേണമെങ്കിൽ കോട്ടയം വരെ ഡ്രൈവ് ചെയ്യാം. ഓ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ? സമാധാനമായി. പിന്നെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളുണ്ടോ?
ആരാടാ ഈ കൈയിട്ടത്? ഞാനാ. എന്തേ? നിന്നെ ഞാൻ തല്ലി കൊല്ലും. ഇത്രയും പരസ്പര ബന്ധമില്ലാത്ത വൃത്തികെട്ട ചീട്ട് ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സ്കൂട്ട് ചെയ്തു. വർഗീസ്, നിന്റെ കൈ എങ്ങനെ? ജാഫറിനെ കൊല്ലാൻ ഞാനും ഉണ്ട് സത്യേട്ടാ. വൃത്തികെട്ട കൈ. ഞാനും സ്കൂട്ട് തന്നെ. എന്നെ കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ചേരാനേ തങ്കപ്പേട്ടനെ ഉണ്ണിയെ ഞാൻ ക്ഷണിക്കുകയാണ്. സത്യം പറയാലോ, എനിക്ക് ഓൺകാടാ. ഹാ, അങ്ങനെ പേടിപ്പിക്കാ ജാഫർക്ക. എന്റെ ചീട്ടുകളി ഭഗവതി. ആ, ദേ, നല്ല മധുരത്തിൽ ഓരോ ചായ ഇവർക്കോട്. രണ്ടുപേരും സ്കൂട്ട് ചെയ്ത് ക്ഷീണിച്ചിരിക്കുക. ഇവിടെ ആർക്കും ഇപ്പൊ ചായ വേണ്ട. നെല്ലായിൽ എത്തുന്നതിന് മുമ്പ് ഈ കോച്ചിൽ ഒരു കൊലപാതകം നടക്കും. അപ്പൊ ചായ ഉണ്ടെന്ന് ഞങ്ങൾ കുടിക്കാം കേട്ടാ. ഈ ജോക്കടൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുക? ജോക്കറല്ലേ ഈ ഇരിക്കണത്. പെട്രോൾ വില ഇരിയും കുറയുമെന്നും കേന്ദ്രമന്ത്രി. അതുകൊണ്ട് എന്താ കാര്യം? കൂട്ടിയ ബസ് ചാർജും പച്ചക്കറി വില ഏതായാലും കുറയ്ക്കാൻ പോകുന്നില്ല. സാധാരണക്കാരന്റെ കാര്യം എന്നും കട്ടപ്പകൽ. അതേസമയം മദ്യത്തിന് വില കുറഞ്ഞു പറഞ്ഞാൽ കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. ശരിയാ. AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മദ്യത്തിന് വില കൂട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ എന്തോ ഒരു ബഹളമായിരുന്നു. എന്നിട്ട് ഇടതുപക്ഷം വന്നപ്പോ വില കുറച്ചോ? മോനെ ഉണ്ണി, നമ്മുടെ ഒന്ന് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഒരു സർക്കാരും ഇല്ലടാ. മദ്യം വിഷമാണ് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു മഹാനായിരുന്നു എന്ന് മന്ത്രിമാര് പ്രസംഗിക്കും. ബിവറേജസ് കോർപ്പറേഷൻ വഴി ആ വിഷം വിറ്റ് അതേ മന്ത്രിമാര് ഖജനാവ് നിറക്കുകയും ചെയ്യും. ദോഷം പറയരുതല്ലോ. കോർപ്പറേഷൻ ഞങ്ങൾക്ക് നല്ല ശമ്പളം തരുന്നുണ്ട്. കുടിച്ചു കുടിച്ച് ഭരിക്കാൻ ജനങ്ങൾ തയ്യാറാണെങ്കിൽ ഗവൺമെന്റിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു ദിവസം ഒരുത്തൻ കൂടെ ഉള്ളവനോട് പറയാ, സാധനം വേണമെങ്കിൽ വാങ്ങിച്ചു വെച്ചോ, ഇനി എപ്പോഴാണ് ഗാന്ധി ജയന്തി കയറി വരുന്നത് പറയാൻ പറ്റില്ല. ഏതോ ഗാന്ധി ജയന്തിക്ക് അവർ പണി കിട്ടി കാണും. ഗാന്ധി ജയന്തി എന്നാണെന്ന് പോലും അറിയില്ല. അവനാണ് ശരിയായ ഇന്ത്യക്കാരൻ. ആഭ്യന്തരമന്ത്രി തോമസ് ചാക്കോയുടെ രാജിക്ക് സമ്മർദ്ദമേറുന്നു. ഈ തോമസ് ചാക്കോ തങ്കമ്മരാജനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് വല്ല സത്യം ഉണ്ടാവോ? തങ്കമ്മരാജൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കും. ആരാ ഈ തങ്കമരാജൻ? ഞാൻ അവരെ ഈ ട്രെയിനിൽ വെച്ച് തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മാറങ്കരയിലെ കരിമണൽ പ്രശ്നത്തിൽ അവർ സജീവമായി വാർത്തയിൽ വരാറുണ്ടല്ലോ. കരിമണലോ? അതെന്ത് സാധന? കള്ളും കുടിച്ച് നടന്ന കരിമണലിനെ കുറിച്ച് എങ്ങനെ അറിയാനാണ് എന്റെ ഹമുക്കിക്ക? ആറ്റോമിക് എനർജി വരെ ഉണ്ടാക്കാൻ ശേഷിയുള്ള മണലാണ് മാറങ്കര കടപ്പുറത്തുള്ളത്. അത് ഖനനം ചെയ്യാനുള്ള പെർമിഷൻ സർക്കാർ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തു. ഇപ്പൊ മണ്ണെടുത്ത് ആ പ്രദേശം തന്നെ ഇല്ലാതാവാൻ പോവുക. ഞാനടിച്ചു ഞാനില്ല. സത്യം പറഞ്ഞ ഞാൻ ലൈഫ് അണ്ടിക്കായി. അപ്പൊ ലൈഫ് ഇല്ലെന്നർത്ഥം. വീം വിളക്കിയപ്പോഴേ എനിക്ക് തോന്നി. സത്യടാ, ജാഫർക്കാരൻ 100 എഴുതിക്കേ. സത്യം ചെരിഞ്ഞു. വണ്ടി ആലുവാപ്പാലം കിടന്നല്ലോ. ഇനി ചാലക്കുടി പാലം എത്തുമ്പോ ഉണരും. കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെയാ സത്യേട്ടൻ്റെ ഈ ഉറക്കം ഉണരലും. 10-20 കൊല്ലായിട്ടുള്ള ശീലമല്ലേ? എന്നാൽ ഇതൊരു സിദ്ധി തന്നെ. ഇത്രയും ബഹളത്തിനിടയ്ക്ക് എത്ര സമാധാനമായിട്ടാ കിടന്ന് ഉറങ്ങണേന്ന് നോക്കിയേ. ഉണ്ണി ചീട്ടിട്ട്. ഒരു കണക്കിന് നന്ദം വന്നാൽ നന്നായി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ ഞാൻ കൊച്ചി വിട്ടു നിൽക്കുന്നത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ഇനി അടുത്ത കാലത്തൊന്നും ഇത്രയും ചലഞ്ചിങ് ആയ ഒരു അസൈൻമെന്റ് കിട്ടിയെന്ന് വരില്ല. നാളെ നമ്മൾ ഒരുമിച്ച് ഗുരുവായൂർ പോവാന്ന് പറഞ്ഞിട്ട് അതും പൊളിഞ്ഞു. അത് സാരമില്ല. നിന്റെ കാര്യം ഞാൻ ഗുരുവായൂരപ്പനോട് പ്രത്യേകം പറഞ്ഞോളാം. പോടുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. കുഴപ്പമില്ല. ഇന്റർവ്യൂ എഴുതിട്ട് ഞാൻ വിളിച്ചോളാം. ഇന്റർവ്യൂ കലക്കണം. ടേക്ക് കെയർ. ഓക്കെ.